ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗയ്ക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചതിനെ കുറിച്ച് മഹി ആലോചിക്കുന്നു. എങ്ങനെയായിരിക്കും ഗംഗയ്ക്ക് ഇതുപോലൊരു അപകടം ഉണ്ടായത്? എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം? ഒരിക്കലും ഗംഗ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. കാരണം എന്നെയും എൻ്റെ മോളെയും തനിച്ചാക്കി പോകാൻ ഗംഗയ്ക്ക് ഒരിക്കലും ആവില്ല. ഞങ്ങളെ വേദനിപ്പിക്കാനും അവൾക്ക് കഴിയില്ല. ഞങ്ങളോടുള്ള സ്നേഹമാണ് അവൾ എപ്പോഴും കാട്ടിയിട്ടുള്ളത്. ഞങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന അവൾക്ക് ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കി ഒരു എങ്ങും പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെയും എൻ്റെ മോളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ അവൾക്ക് കഴിയില്ലാത്തതിനാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പിന്നെ എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? എങ്കിലും എനിക്ക് നിന്നോട് പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എൻ്റെ മനസ്സ് വേദനിച്ചത് എങ്കിൽ നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. രാഹുലിന്റെയും രാജിയുടെയും ആ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ നിമിഷം തന്നെ നീ എന്നോട് പറയേണ്ടതായിരുന്നു. അത് നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ടാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുകയും ഞാൻ നിന്നോട് അകൽച്ച കാട്ടുകയും ചെയ്തത്. അത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാതിഞ്ഞിട്ടല്ല, മറിച്ച് ഞാൻ ഇത്രത്തോളം നിന്നെ സ്നേഹിച്ചിട്ടും എന്നിൽ നിന്ന് നീ അതെല്ലാം മറച്ചു വെച്ചതിന്റെ വേദന കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു അകൽച്ച കാട്ടിയത് എന്ന് മഹി ഗംഗയോട് പറയുന്നു. അങ്ങനെ ഗംഗ മയക്കത്തിലെന്ന് കരുതി മഹി സംസാരിക്കുമ്പോൾ ഉറക്കമുണർന്ന ഗംഗ മഹിയുടെ വാക്കുകൾ കേൾക്കാനിടയായി. മഹിയെ സങ്കടത്തോടെ ഗംഗ നോക്കുമ്പോൾ മഹി ഇതൊന്നും അറിയാതെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഗംഗയോട് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കേട്ട് കഴിയുന്ന ഗംഗയുടെ മനസ്സിനും മഹിക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ വേദനയും ഗംഗയും വല്ലാതെ വേദനിച്ചു. ഗംഗ മഹി പറയുന്നതൊക്കെ കേട്ട് കണ്ണടച്ച് താൻ മയക്കത്തിലാണെന്നുള്ള ഭാവത്തിൽ തന്നെ അങ്ങനെ കിടന്നു. അല്പനേരം കഴിയുമ്പോൾ അവിടേക്ക് മാളു എത്തുന്നു. മാളു വന്ന് ഗംഗെ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടിയെത്തുകയും മഹിയുടെ അരികിലേക്ക് വന്ന മാളു ഗംഗയെ കണ്ടിട്ട് എന്താ എന്താ ഗംഗയ്ക്ക് പറ്റിയത്? ഇവിടെ എല്ലാവരും പറയുന്നു ഗംഗയ്ക്ക് എന്തോ മേലാഴികയാണെന്ന്. എന്താ ഗംഗയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ച് മാളു തന്റെ ബാഗ് അവിടെ വെച്ചിട്ട് ഗംഗയുടെ അരികിലേക്ക് ഓടിയെത്തി. മഹി പറഞ്ഞു, മോളെ ഗംഗ ഗംഗ കിടന്നോട്ടെ എന്ന് പറഞ്ഞതും മാളു അത് കേൾക്കാൻ നിൽക്കാതെ എനിക്കറിയണം എന്ന് എൻ്റെ ഗംഗയ്ക്ക് പറ്റിയെന്ന് എനിക്കറിയണം, ഗംഗയെ എന്ന് വിളിച്ചുകൊണ്ട് വേഗം മാളു ഗംഗയുടെ അരികിലേക്ക് വന്ന് ഗംഗയെ വിളിച്ചുണർത്താനായി ശ്രമിച്ചു. ഗംഗ നല്ല മയക്കത്തിലാണെന്ന് കണ്ടതോടെ വീണ്ടും മാളു ഒച്ച വെച്ചതും ഗംഗ പതുക്കെ കണ്ണു തുറന്നു. ഗംഗയുടെ അരികിൽ നിൽക്കുന്ന മാളുവിനെ കണ്ടതോടെ ഗംഗ കണ്ണു തുറന്ന് മാളുവിനെ നോക്കി. അപ്പോഴേക്കും മാളു ചോദിച്ചു, ഗംഗയ്ക്ക് എന്താ പറ്റിയത്? എന്താ എന്താ ഗംഗയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ച് മാളു വീണ്ടും ഒച്ച വയ്ക്കുമ്പോൾ ഗംഗ പതുക്കെ എഴുന്നേറ്റു. ഗംഗയെ ശല്യപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ മഹി മാളുവിനെ വിളിക്കുമ്പോഴേക്കും മഹിയോട് മാളു ചോദിച്ചു, അച്ഛ എന്താ ഗംഗയ്ക്ക് പറ്റിയത്? ഗംഗയോട് അച്ഛൻ പിണങ്ങിയത് കൊണ്ടല്ലേ ഗംഗയ്ക്ക് ഇങ്ങനെയൊക്കെ മേലാഴിക വന്നത്? അച്ഛൻ ഗംഗയോട് പിണങ്ങിയത് കൊണ്ടല്ലേ ഗംഗയുടെ മനസ്സ് വേദനിച്ചത്? അതുകൊണ്ട് അച്ഛൻ ഗംഗയോട് പിണങ്ങണ്ട, അച്ഛൻ പിണങ്ങിയിരുന്നത് കൊണ്ടാ ഗംഗയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞ് മാളു മഹിയുടെ അരികിലേക്ക് ചെന്ന് ഗംഗയോട് അച്ഛൻ ഇനി പിണങ്ങരുത് എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് മഹി മോളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ എഴുന്നേറ്റ് വന്ന ഗംഗ മഹിയെയും മാളുവിനെയും നോക്കുന്നു. കുറെ നേരം അങ്ങനെ നോക്കിയതിനു ശേഷം മഹിയോട് മാളു പറഞ്ഞു, ഇനി ഗംഗയോട് അച്ഛൻ പിണങ്ങരുത്. അച്ഛൻ പിണങ്ങോ എന്ന് ചോദിച്ചപ്പോൾ മഹി മാളുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോളെ, അച്ഛൻ പിണങ്ങില്ല, ഗംഗയോട് ഇനി അച്ഛൻ പിണങ്ങില്ല എന്ന് പറഞ്ഞ് മഹി ഗംഗയെ നോക്കി പുഞ്ചിരിച്ചു. മഹിയേടൻ തന്നെ നോക്കി ചിരിക്കുകയും അത് കണ്ട് മാളു സന്തോഷത്തോടെ തുള്ളിച്ചാടി തൻ്റെ അരികിലേക്ക് ഓടി വരുന്നതും കണ്ടതോടെ മഹിക്ക് തന്നോടുള്ള പരിഭവമൊക്കെ മാറി എന്നുള്ള ഒരു ആശ്വാസം ഗംഗയുടെ മനസ്സിലും ഉണ്ടാകുന്നു. അതിനുശേഷം മാളു വേഗം തന്നെ ഗംഗയുടെ അരികിലേക്ക് വന്ന് ഗംഗയുടെ മടിയിലേക്ക് കയറിയിരിക്കാനായി ശ്രമിക്കുമ്പോൾ മഹി ഇരുവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മഹി പുറത്തേക്ക് പോകാനായി വാതിക്കലെത്തിയതും ഒന്നുകൂടി പിന്തിരിഞ്ഞ് മഹി ഗംഗയെ ഒന്ന് നോക്കി. ഗംഗ മഹിയെ നോക്കി ചിരിക്കുന്ന മുഖത്തോടെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ മഹി സന്തോഷപൂർവ്വം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഹിക്ക് ഗംഗയോടുള്ള പരിഭവമെല്ലാം മാറിയതിന്റെ സന്തോഷത്തിൽ മാളൂട്ടി ഗംഗയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, ഇപ്പൊ എനിക്ക് സന്തോഷമായില്ലേ? അച്ഛൻ്റെ പരിഭവമൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും മാളുവിനെ കെട്ടിപ്പിടിച്ച് ഗംഗ ഉമ്മ കൊടുത്തു. അതിനുശേഷം മാളു ഫ്രഷായി ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ മഹിയും മാളുവിനോടൊപ്പം അവിടെ ഇരുന്നു. ഗംഗ പതിയെ ഇരുവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അടുത്തിരുന്ന്
മഹി കഴിക്കാൻ തുടങ്ങുന്നത് കണ്ട് മാളൂട്ടി മഹിയെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എനിക്ക് വായിൽ വെച്ച് തരുവോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ, തരാലോ എന്ന് പറഞ്ഞ് മഹി മാളുവിന് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ മഹി തൻ്റെ വായിൽ വെച്ച് തരുന്നത് കണ്ട് സന്തോഷപൂർവ്വം മാളു അത് വാങ്ങിച്ച് കഴിക്കുകയും പുഞ്ചിരിയോടെ അച്ഛനെ നോക്കുകയും ചെയ്യുമ്പോൾ അടുത്ത് നിന്ന് ഇതെല്ലാം കണ്ട് ചിരിച്ചു നിൽക്കുന്ന ഗംഗയെ നോക്കി മാളു പറഞ്ഞു, അതെ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ എടുത്ത് വായി വെച്ചതാകെ എന്ന് പറഞ്ഞപ്പോൾ ഗംഗയും മാളുവിന് ഭക്ഷണം കൊടുത്തു. ഉടനെ ഗംഗ മാളുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഗംഗയുടെ കയ്യിലേക്ക് മാളു കടന്നു പിടിച്ച സമയത്ത് പെട്ടെന്ന് മഹി ഗംഗയെയും മാളുവിനെയും പരസ്പരം നോക്കി. അതിനുശേഷം രണ്ടുപേരോടും ഇനി എനിക്ക് താ എന്ന് പറഞ്ഞ് മാളു വിളിച്ചതും മഹിയും ഗംഗയും ഒരുപോലെ മാളുവിന് ഭക്ഷണം കൊടുക്കാനായി ചെന്നു. രണ്ടുപേരുടെയും കൈകൾ തനിക്ക് നേരെ വന്നപ്പോൾ മാളു വേഗം മഹി തനിക്ക് കൊണ്ടുവന്ന ആ ഭക്ഷണം രണ്ടുപേരും പരസ്പരം ഗംഗയും മഹിയും നോക്കി അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ വേഗം മാളു മഹിയുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം തൻ്റെ വായിലേക്ക് വെച്ചു. അതിനുശേഷം ഗംഗ താൻ കൈ നീട്ടിയത് കഴിക്കാതെ മാളു ഇരിക്കുന്നത് കണ്ട് വിഷമത്തോടെ തലകുനിച്ച് വയ്ക്കുമ്പോൾ ഗംഗയുടെ ആ കയ്യിൽ മാളു കടന്നു പിടിച്ചതും പൊള്ളിയിരിക്കുന്ന കൈയായതിനാൽ ഗംഗ വേദന കൊണ്ട് കരഞ്ഞു. അപ്പോഴേക്കും മാളു ചോദിച്ചു, അയ്യോ, ഗംഗയ്ക്ക് വേദനിച്ചോ എന്ന് പറഞ്ഞ് അത് എനിക്ക് വായിൽ വെച്ചതാ എന്ന് ഗംഗയോട് മാളു ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും വളരെ സ്നേഹത്തോടെ ഗംഗ അത് മാളുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം മഹി ഭക്ഷണം എടുക്കാൻ തുടങ്ങുമ്പോൾ ഗംഗയോ നോക്കിയതിന് ശേഷം മാളു മഹിയോട് പറഞ്ഞു, ഇനി അച്ഛൻ ഗംഗയ്ക്ക് കൊടുക്ക്. അത് കേട്ടതും ശരി എന്ന് പറഞ്ഞ് മഹി മാളുവിൻ്റെ ആ ആവശ്യം അംഗീകരിച്ച് ഗംഗയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി തയ്യാറാകുന്നു. മഹി ഗംഗയ്ക്ക് കൊടുക്കാനായി കൈ നീട്ടിയതും ഗംഗ മാളുവിൻ്റെ അരികിലേക്ക് വന്ന് അത് വാങ്ങിച്ച് കഴിക്കുന്നു. അങ്ങനെ അവർ മൂന്നുപേരും സന്തോഷത്തോടെ കഴിക്കുമ്പോൾ മഹിയോട് മാളു ചോദിച്ചു, ഇനി ഞാൻ അച്ഛന് തരട്ടെ? അത് കേട്ടതും അതിനെന്താ എന്ന് മഹി പറയുമ്പോൾ മാളു മഹിക്ക് നേരെ ആ ഭക്ഷണം നീട്ടിയിട്ട് മഹി വാ പൊളിച്ച് അത് തിന്നാനായി അരികിലേക്ക് ചെന്നതും അപ്പോൾ തന്നെ മാളു അത് നേരെ ഗംഗയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അത് കണ്ടതും മഹി ചിരിച്ചുകൊണ്ട് മാളുവിനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം അവർ മൂന്നുപേരും ഭക്ഷണം കഴിച്ച് അതിനുശേഷം മഹി നേരെ റൂമിലെത്തിയപ്പോൾ ഗംഗയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, ഗംഗയ്ക്ക് എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് മഹി ആലോചിച്ചു. സത്യത്തിൽ എന്താണ് ഗംഗയ്ക്ക് സംഭവിച്ചത്? ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടാകാനുള്ള കാരണം ആരായിരിക്കും? ഗംഗയെ ഈ അപകടത്തിലേക്ക് നയിച്ചതാരാണ്? ഗംഗ ഒരിക്കലും മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഗംഗയ്ക്ക് ഇങ്ങനൊരു അപകടം ആരോ ഒരു മനഃപൂർവ്വം ഒരുക്കിയതുപോലെയുണ്ട്. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകുമോ? എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണമല്ലോ എന്നെല്ലാം ആലോചിച്ച് മഹി നിൽക്കുമ്പോൾ അവിടേക്ക് ദേവയാനി എത്തി. ദേവയാനി വന്ന് മഹിയോട് ചോദിച്ചു, മോനെ, നീ ആലോചനയിലാണല്ലോ. എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ഇപ്പോൾ ആലോചിക്കുന്നത് ഗംഗയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വന്നതും അവളെക്കുറിച്ചൊരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. അവൾ ഈ ചെയ്തു കൂട്ടുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അവൾ എന്തെല്ലാമാണ് ഈ കുടുംബത്തെ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പം തന്നെ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാനായി ശ്രമിച്ചില്ലേ? സത്യത്തിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും അതിന് പിന്നാലെ പോകേണ്ടി വരില്ലേ? അത് മാത്രമോ, അങ്ങനെ എന്തെങ്കിലും ആപത്ത് അവൾക്കുണ്ടായിരുന്നെങ്കിൽ അത് കൃത്യമായി ബാധിക്കുന്നത് നിന്നെ ആയിരിക്കില്ലേ മോനെ? നീ അവളെ അപായപ്പെടുത്തി എന്നുള്ള പേരല്ലേ പിന്നീട് പുറം ലോകം അറിയുകയുള്ളൂ. അങ്ങനെ ഒരു ചീത്തപ്പേര് കൂടി നിനക്ക് സമ്പാദിച്ചു തരാനല്ലേ അവൾ ശ്രമിച്ചത്. സത്യത്തിൽ അവൾക്കെന്തോ മാനസിക രോഗമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് നമ്മളോട്, നമ്മുടെ കുടുംബത്തോടും എന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ് അവൾ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചാൽ പലതും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും മോനെ എന്ന് മഹിയോട് ദേവയാനി പറഞ്ഞു. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് മഹിയാകെ സംശയത്തോട് നോക്കുമ്പോൾ എന്താ അങ്ങനെയൊന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ലമ്മേ എന്ന് മഹി മറുപടി നൽകി. അത് കേട്ടതും മഹിയോട് ഗംഗ പറഞ്ഞു, ദേവയാനി പറഞ്ഞു, എൻ്റെ മോനെ, നിന്നെ അവൾ ഇങ്ങനെ ചതിച്ചിരിക്കുകയാണ്. നിന്നെ അവൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവൾ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. അവൾക്ക് ഈ കുടുംബം സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാൻ അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. അതിനായിട്ടുള്ള പ്രവൃത്തികളാണ് അവളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും മോനെ, ഇതുപോലൊരു അവസ്ഥയിൽ, ഇങ്ങനെയൊരു മാനസികാവസ്ഥയുള്ള പെൺകുട്ടിയുമായി ഒരു കുടുംബജീവിതം നീ നയിക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. അവളെപ്പോലെ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടായാൽ എൻ്റെ മോൻ്റെ ജീവിതം കൂടി തകർന്നു പോകും. അതുകൊണ്ട് എത്രയും വേഗം അവളെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ബാക്കിയെല്ലാം
മോൻ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഗൗരിയുടെ ആത്മാവ് വന്നെത്തി. ഗൗരിയുടെ ആത്മാവ് ഇതെല്ലാം കേട്ടു നിൽക്കുമ്പോൾ മഹിയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹിയേട്ട, അവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവർ ചതിക്കും മഹിയേട്ടനെ. അവർ പറയുന്നതെല്ലാം കളവാണ് മഹിയേട്ട എന്ന് ഉറക്കെ അവിടെ നിന്നുകൊണ്ട് ഗൗരിയുടെ ആത്മാവ് വിളിച്ചു പറഞ്ഞു. എന്നാൽ അതൊന്നും മഹി കേൾക്കാതെയും പോകുന്നു. ഈ സമയത്ത് ദേവയാനി പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം മഹി ദേവയാനിയോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മഹി ദേവയാനിയോട് അറിയിച്ചു. ദേവയാനി അതെല്ലാം കേട്ടതിന് ശേഷം മഹിയോട് പറഞ്ഞു, മോനെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയാ. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കാം. നീ ഈ അമ്മയുടെ വാക്ക് നിനക്ക് വിശ്വാസമാണെങ്കിൽ സ്വീകരിക്കാം. ഒന്നുകൂടി നീ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞ് മഹിയോട് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞാതെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചന ഗംഗയ്ക്കുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ മഹിയുടെ മനസ്സിലുണ്ടാക്കി. സത്യത്തിൽ അവളിതെല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണ് മോനെ. നീ ഇത്രയും ദിവസം അവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്ത വഞ്ചന, രാഹുലിൻ്റെ വിവാഹ കാര്യത്തിൽ അവൾ കാട്ടിയ ആ ഒരു പ്രവൃത്തി, അതിൻ്റെ പേരിൽ എൻ്റെ മോൻ അവളോട് പിണങ്ങി നിൽക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് എൻ്റെ മോൻ്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി എൻ്റെ മോനെ ഈ മനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടാണ് അവൾ മനഃപൂർവ്വം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യത്തിൽ ഒരു തീരുമാനവും ഉടനെ തന്നെ ഉണ്ടാകണം മോനെ. ഇപ്പോൾ അവൾ നിന്റെ സ്നേഹം പിടിച്ചു പറ്റാനും നീ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലും അവളെക്കുറിച്ചല്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് അവൾ ശ്രമിച്ചത്. അതിലവൾ വിജയിച്ചു. ഇനി അവളെ അങ്ങനെ വെറുതെ വിട്ടൂടാ എന്ന് പറഞ്ഞ് മോൻ എന്തായാലും ആലോചിക്കുന്ന പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നു. ആ സമയം മഹിയുടെ മനസ്സാകെ അസ്വസ്ഥമായി. യഥാർത്ഥത്തിൽ ആര് പറയുന്നതാണ് ശരി? ഇവിടെ അമ്മ പറയുന്നതാണോ ഗംഗ പറയുന്നതാണോ സത്യം എന്നറിയാതെ മഹിയും ആകെ വിഷമിച്ചു. അപ്പോഴാണ് ഗൗരിയുടെ ആത്മാവ് ഉടനെ തന്നെ ഈ വിവരം ഗംഗയുടെ കാതുകളിൽ എത്തിക്കണമെന്ന് തീരുമാനിച്ചു. വേഗം തന്നെ ഗംഗയെ കാണുവാന് ഗൗരിയുടെ ആത്മാവ് വന്നത്. വിവരങ്ങളൊക്കെ ഗൗരി ഗംഗയോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഗംഗ പറഞ്ഞു, ഗൗരിജി, ഇങ്ങനെ ഒരു ആപത്ത് നമ്മൾ മുൻപേ കാണേണ്ടതായിരുന്നു. ഇനി ഒരു രീതിയിലും എന്നെ വിശ്വസിക്കാതെ മാറാനാണ് മഹിയേട്ടന് എൻ്റെ മേലുള്ള വിശ്വാസം നഷ്ടമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനേക്കാൾ ഉപരി അവർ ഇപ്പോൾ ഞാനൊരു മാനസിക രോഗിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മഹിയേട്ടൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതും അത് കേട്ടുനിന്ന ആ നിമിഷം അത് ശരിയാണ് എന്നും അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നും മഹിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകാനുള്ള ശ്രമമാണ് ദേവയാനി നടത്തിയത് എന്ന് മഹിയുടെ വിവരങ്ങളെല്ലാം അറിയാനായിട്ട് മഹിയുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ ചാഞ്ചാട്ടത്തിൽ നിന്ന് മഹിയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള ദേവയാനിയുടെ നീക്കമാണ് അതെന്ന് കൃത്യമായി ഗൗരി തിരിച്ചറിഞ്ഞു. അതിനെക്കുറിച്ച് ഗംഗയോട് ഗൗരി പറയുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് എന്ന് ഗംഗയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഗൗരി. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഗൗരിക്ക് വല്ലാത്ത ആശങ്കയായി. ഇനിയിപ്പോൾ എന്താ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന രീതിയിൽ സംശയത്തോടെ ഗംഗ തൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇനി ഗംഗയുടെ ജീവൻ ആപത്തുണ്ടാകാത്ത രീതിയിൽ ഗംഗയെയും സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിയ ഗൗരി എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഗംഗയോട് ആവശ്യപ്പെട്ടു. ഗംഗയുടെ കേട്ടം ഗൗരിയോട് പറഞ്ഞു, നമ്മൾ കരുതിയതുപോലെ ദേവയാനി ആൻറ്റി അല്ലല്ലോ ഗൗരീശൻ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ. അപ്പോൾ ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് ഉടനെ നമുക്ക് കണ്ടെത്തണം എന്ന് ഗൗരിയോട് ഗംഗ പറയുന്നു. ഗംഗയും ഗൗരിയും തമ്മിലുള്ള സംഭാഷണം അതുവഴി പോകുന്ന ശ്രേയ കേൾക്കാനിടയാവുന്നു. ശരിയാണ് ഗൗരീച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഗംഗ പറഞ്ഞു. ശരിക്കും ദേവയാനി ആൻറ്റി അല്ല എങ്കിൽ ആ ശ്രേയയുടെ അമ്മ ഹൈമവതി ആൻറ്റിയും കൂടിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അവരായിരിക്കും ചേച്ചിയെ അപായപ്പെടുത്തിയതും എന്ന് ശ്രേയയുടെയും ഹൈമവതിയുടെയും തന്ത്രങ്ങളായിരിക്കാം ഗൗരിയുടെ ജീവൻ എടുത്തത് എന്ന് ഗംഗ ഗൗരിയോട് പറയുന്നു. അത് കേട്ട് നിന്ന ശ്രേയ ആലോചിച്ചു. അപ്പോൾ ഇവൾ സംസാരിക്കുന്നത് ഗൗരിയുടെ ആത്മാവിനോട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ കളിയാക്കിയിട്ടുണ്ടെങ്കിലും ഗൗരിയുടെ ആത്മാവുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇപ്പോഴും ഗംഗയ്ക്കുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം കൃത്യമായി ഏതു വിധേനയും ഇത് ഇല്ലാതാക്കണം എന്ന് ശ്രേയ തീരുമാനിക്കുകയും വേഗം തന്നെ ഹൈമവതിയുടെ അരികിലേക്ക് എത്തി ഗംഗ ഗൗരിയുമായി സംസാരിക്കുന്ന വിവരം ഹൈമവതിയോട് ശ്രേയ സംസാരിച്ചു. അത് കേട്ടതും ഹൈമവതി പറഞ്ഞു, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ?
നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, അല്ലെ നിന്നെ കണ്ടപ്പോൾ അവൾ നിന്നെ പറ്റിക്കാനായിട്ട് അങ്ങനെ അഭിനയിച്ചതായിരിക്കും എന്നെല്ലാം ഹൈമവതി ശ്രേയയോട് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ശ്രേയ പറഞ്ഞു, ഇല്ലമ്മേ, എന്നെ അവൾ കണ്ടുപോലുമില്ല. ആ ഗംഗ എന്നെ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും അവൾ തനിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. അന്നൊക്കെ ഞാൻ അവളെ കളിയാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥ സത്യാവസ്ഥ എന്നാണ് ഇപ്പോഴല്ലേ മനസ്സിലായത്. അത് കേട്ട ഹൈമവതി പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ, ഇനി വളരെ സൂക്ഷിക്കണം എന്ന് ഹൈമവതി തൻ്റെ മകളായ ശ്രേയയോട് പറയുന്നു. ആ സമയത്ത് ശ്രേയയും ഹൈമവതിയും തമ്മിൽ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഗംഗ ഗൗരിയെ കണ്ട് സംസാരിക്കുന്നുള്ള വിവരം ഉടനെ തന്നെ നമുക്ക് ഗുരുവമ്മയെ അറിയിക്കണമെന്ന് ശ്രേയ പറഞ്ഞു. പിന്നീട് ഹൈമവതിയും ശ്രേയയും കൂടി ഗുരുവമ്മയുടെ ശിഷ്യക്കരികിലേക്ക് എത്തി. ഗുരുവമ്മയുടെ ശിഷ്യയോട് അവർ വിവരങ്ങളൊക്കെ പറയുന്നു. കൃത്യമായും ഗൗരിയും ഗംഗയും തമ്മിൽ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം പറയുമ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നുണ്ടല്ലേ. സത്യത്തിൽ ആ ഗൗരിയെ ഞാൻ തളച്ചതായിരുന്നല്ലോ, അന്ന് നിങ്ങളോട് പറഞ്ഞതായിരുന്നില്ലേ. പക്ഷേ അന്ന് ആ ആണി അടിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് പോരുകയല്ലേ ഉണ്ടായത്. പിന്നെ ആരാണ് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ആശങ്കയോടെ ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞു. അപ്പോഴേക്കും ഗുരുവമ്മയുടെ ശിഷ്യയോട് ശ്രേയയും ഹൈമവതിയും പറഞ്ഞു,